പ്രയർ അങ്ങ് തുടങ്ങാം കേട്ടോ. പ്രയർ ഞാനാണേ. Dear God, please keep me happy today. Help me to be bright, cheerful day. Help me to do the things you want me to be to others kind and good. My parents, teachers and friends to bless and keep us all in happiness and keep us all in happiness. Thank you. Signing on deck. Good morning, ma'am, and my dear friends. I am Jerusha. Today is 27th June 2025, a special day known as National Sunglasses Day. This day reminds us of the importance of protecting our eyes from the harmful UV rays of the sun. Just like we protect our skin, we must also care for our eyes, especially during the summer season. Wearing sunglasses is not just about fashion, it's about health and care too. So today, let's remember to wear our shades with pride and protect our eyes. Thank you and have a bright and cheerful day ahead. തോട്ട് ഞാനാണ്. Good morning, ma'am, and my dear friends. Today thought. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. താങ്ക് യു മാം. Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Okay. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? അല്ലെ, യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി. ഇതിൽ നമ്മൾ എവിടം വരെ എടുത്തു ഓർമ്മയുണ്ടോ? മാം 81ാമത്തെ പേജിൽ ലാസ്റ്റ് പാരഗ്രാഫ് അതിന് തുടങ്ങണ്ടേ. മരിയ മോണ്ടിസോറി വാസ് അത് റിക്വസ്റ്റഡ് ബൈ ആണോ? ഓക്കെ. ഞാൻ ഇന്ന് ക്ലാസ്സിൽ കയറിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ട്, കാരണം ടീച്ചേഴ്സ് ലേറ്റ് ആയാൽ പോലും നിങ്ങൾ ലേറ്റ് എന്ന് വെച്ചാൽ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് അതൊന്ന് ഹാങ് ആയത്. അപ്പോഴാണ് എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. ആ സമയത്ത് നിങ്ങൾ എന്താ പറയാ, ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിൽ തന്നെ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്? ഫ്രീഡം ടു ചോയ്സ് എന്ന് വെച്ചാൽ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് കണ്ടക്ട് ചെയ്യാനുള്ള ഫ്രീഡം ആർക്കാണ്? ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം നിങ്ങൾ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വേയിലേക്ക് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മുജീഷ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളത് എന്താ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മൾ ക്ലാസ്സിൽ നിങ്ങളുടെ കറക്റ്റ് ഫസ്റ്റത്തെ ഡ്യൂട്ടീസ് നിങ്ങളുടെയാണ്. ടീച്ചർ ലേറ്റ് ആയാൽ പോലും മേ ബി എന്തെങ്കിലും റീസൺസ് കാരണമായിരിക്കാം, ടെക്നിക്കൽ ഇഷ്യൂ ആവാം. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ ആ ടൈമിൽ കറക്റ്റ് ഇവിടെ ഉണ്ട്. പക്ഷെ അത് ടെക്നിക്കൽ ഇഷ്യൂ വരുമ്പോഴാണ് നമ്മൾ ലേറ്റ് ആവുന്നത്. എന്നാൽ പോലും നിങ്ങൾ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. താങ്ക് യു. നല്ലൊരു എന്താ പറയാ പ്രവൃത്തിയായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ആര്യ. മരിയ മോണ്ടിസോറി വാസ് അതൊന്ന് റീഡ് ചെയ്തോ കേട്ടോ. ആരെങ്കിലും ഒരാളൊന്ന് റീഡ് ചെയ്യാനായിട്ടാ. Okay, ma'am. Maria Montessori was requested by a building society to conduct a daycare center for. Sorry, ma'am. വേറെ ആരെങ്കിലും റീഡ് ചെയ്തോ കേട്ടോ. മാം ഞാൻ റീഡ് ചെയ്യാം. റീഡ് ചെയ്തോടാ.
Maria Montessori was requested by a building society to contact a daycare center for some slum children at a place called San Lorenzo. So, on the basis of her findings, Montessori started the school named Casa dei Bambini, meaning the House of Children, in 1907. There she centered on teaching the students ways to evolve their own skill at a pace they set, a principle Montessori called spontaneous self-development or auto-education. This was the first school in the chain of schools she started in Italy. Through experimentation, she defined her methods which, ma'am, കണ്ടിന്യൂ ചെയ്തു. okay, okay. Through experimentation, she defined her methods which drew the attention of the whole world. She was invited worldwide to demonstrate her method. In the end, this leads to the establishment of many Montessori schools in different countries all around the world. Dr. Maria Montessori wrote a number of books on education, the discovery of child education for a new world, the secret of education, child training, the child's place and education, reconstruction in education, the Montessori method, the advanced Montessori method, etc. are some of her works. ഓക്കെ കേട്ടോ. അപ്പോ നമ്മൾ മരിയ മോണ്ടിസോറി ഒരു മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് സൊസൈറ്റി മരിയ മോണ്ടിസോറിനെ കോണ്ടാക്ട് ചെയ്യും. അവിടെ സ്ലംസ് ഏരിയയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് ആ പ്ലേസിന്റെ പേര് സാൻ ലൊറൻസോ എന്നാണ്. സോ ഓൺ ദ ബേസ് ഓഫ് ഹെർ ഫൈൻഡിങ്സ്, മരിയ മോണ്ടിസോറി ബേസിൽ ആദ്യമായിട്ടൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്. അതിനെ കൊടുത്ത നെയിം എന്ന് വെച്ചാൽ കാസ് ഡൈ ബാൻമിനി ആണ്. വിച്ച് മീൻസ് ആ ഒരു ലാംഗ്വേജിൽ തന്നെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ചിൽഡ്രൻസ്. ഇൻ 1907 1907 ഈ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ചെയിൻ ഓഫ് മോണ്ടിസോറി ഇപ്പൊ നമ്മൾ കാണുന്ന മോണ്ടിസോറി സ്കൂളിന്റെ ഫസ്റ്റ് സ്കൂൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. There was നമ്മൾ ടീച്ചിങ് ദി സ്റ്റുഡൻസ്, ദ സെന്റർ ഓൺ ടീച്ചിങ് ദി സ്റ്റുഡൻസ്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതില് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ മോണ്ടിസോറിയുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ്, ഓട്ടോ എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ ഇതിൽ നടപ്പിലാക്കി. ഈ സ്കൂളായിരുന്നു ഇറ്റലിയിൽ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ചെയിൻ ഓഫ് സ്കൂൾസിന്റെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സ്കൂൾ ഏതായിരുന്നു? കാസ് ഡൈ ബാൻമിനി എന്ന് പറയുന്ന സ്കൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ആ സമയത്ത് നമുക്കറിയാം 1907 ആണ്. ഒത്തിരി ആൾക്കാര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു, കുറെ പേര് എന്ത് ചെയ്യുന്നവരുണ്ടായിരുന്നു, എന്താ പറയാ ഡിബേറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ടൈമിൽ ആ ഒരു ഏജിൽ ഇങ്ങനൊരു ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതോട് കൂടി തന്നെ ഒത്തിരി മാറ്റങ്ങൾ കുട്ടികളില് സ്ലംസ് ഏരിയയിലുള്ള കുട്ടികളാണ്. ആ കുട്ടികളിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനും എഡ്യൂക്കേഷനിൽ മുന്നോട്ട് കൊണ്ടുവരാനും മുന്നിലേക്ക് വരാനും ആ കുട്ടികൾക്ക് പറ്റി. ആ ഒരു എക്സ്പെരിമെന്റേഷന്റെ ഫലമായിട്ട് എന്താണ്, ഹോൾ വേൾഡിന്റെ അറ്റൻഷൻ അവർക്ക് നേടിയെടുക്കാൻ പറ്റി. അങ്ങനെ അറ്റൻഷൻ കിട്ടിയതോടുകൂടി ഈ ഒരു മെത്തേഡ് ലോകമെമ്പാടും അറിയുന്ന ഒരു മെത്തേഡായിട്ട് മാറി. അപ്പൊ ഈ ഒരു മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മരിയ മോണ്ടിസോറിക്ക് റിക്വസ്റ്റുകൾ ഒരുപാട് വേൾഡ് വൈഡ് റിക്വസ്റ്റുകൾ വന്നു, ഇൻവിറ്റേഷൻസ് വന്നു. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന മോണ്ടിസോറി സ്കൂളിന്റെ തുടക്കം ആ ഒരു അവിടെ നിന്നായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ അടുത്തെടുക്കുകയാണെങ്കിൽ ഇവിടെ അടുത്തൊരു മോണ്ടിസോറി സ്കൂൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഏരിയയില് രണ്ട് മോണ്ടിസോറി സ്കൂൾസ് ഉണ്ട്. ഒന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ബേസിലുള്ളതാണ്, അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു അവിടെ നിന്ന്. സോ നിങ്ങൾക്ക് ബുക്കൊക്കെ റീഡ് ചെയ്യണത് ഇഷ്ടമാണ്? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണ്. മാക്സിമം ബുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ ലൈബ്രറിയിലൊക്കെ ഒന്ന് നോക്കുക. നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഓഫ് ബുക്സ് ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് എടുത്ത് വായിക്കാൻ നോക്കാം. ഇനി ബുക്ക് നമുക്ക് ചിലപ്പോ കിട്ടണമെന്നില്ല ഈ ബുക്കുകളുടെ മലയാളം, അല്ലെങ്കിൽ മേ ബി ഇംഗ്ലീഷ് ആയിരിക്കണം. കിട്ടിയില്ലെങ്കിൽ
ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ റീഡ് ചെയ്യാറുണ്ടോ? റീഡ് ചെയ്യാറുണ്ടോ ഓൺലൈനിലായിട്ട്? ഓക്കെ, ഞാനും ചെയ്യാറുണ്ട്. ബുക്സിനോടുള്ള ഇത് ഇപ്പൊ ഫോണിലാണല്ലോ എല്ലാവരും, അതുകൊണ്ട് ഞാൻ ബുക്സ് ഇപ്പൊ കൂടുതലായിട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓൺലൈനിൽ റീഡ് ചെയ്യാനായിട്ട് പറ്റും. മേ ബി ഇതെല്ലാം ഇംഗ്ലീഷ് ബുക്കാണ്. മലയാളം എന്താ പറയാ ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ആ ലാംഗ്വേജ് നമുക്ക് മലയാളം നോക്കിയെങ്കിൽ മലയാളത്തിൽ അത് റീഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മൾ ആ മരിയ മോണ്ടിസോറിയുടെ മാക്സിമം ബുക്കുകൾ നമ്മൾ റീഡ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമ്മൾ മോണ്ടിസോറി മെത്തേഡിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കാനായിട്ട് അതിന് പറ്റും. ഓക്കെ, ഡോക്ടർ മരിയ മോണ്ടിസോറി wrote a number of books on education. എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഒരുപാട് ബുക്സ് മരിയ മോണ്ടിസോറി എഴുതിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് മാത്രമാണ് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ദ ഡിസ്കവറി ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ ഓഫ് ന്യൂ വേൾഡ്, ദ സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ട്രെയിനിങ്, ദ ചൈൽഡ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ, reconstruction in education, Montessori method, advanced Montessori method, etc. Some of her works. അപ്പൊ അദ്ദേഹത്തിന്റെ നല്ല വർക്കുകളാണത്. അപ്പൊ ആ ബുക്സ് ഒക്കെ നല്ല രീതിയിൽ റീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് വേണ്ടിയിട്ടും അതൊരു ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്തപ്പോൾ കുട്ടികളിൽ കുറെ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റി. കുട്ടികളിൽ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി? ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്കവറീസ് മോണ്ടിസോറി കുറെ ഈ മെത്തേഡ് അപ്ലൈ ചെയ്തപ്പോൾ ഒരുപാട് ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റി. അതെന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഫസ്റ്റ് ഡിസ്കവറീസ് റീഡ് ചെയ്ത് അതിലൊരാള് റീഡ് ചെയ്തോട്ടെ. ഇവിടെ മാം ഡിസ്കവറീസ് അറ്റ് കാസാഡി ബാംബിനി അതാണോ? കാസാഡി ബാംബിനി മെന്റൽ കോൺസെൻട്രേഷനും കൂടി റീഡ് ചെയ്തോട്ടെ. Okay, ma'am. Montessori discovered a word within the child. It is really this discovery which made her famous, not her method. Mental concentration. Maria Montessori found that the children as young as 3 years of age were able to concentrate. She had found and was surprised to watch a child of about 3 working with isn't it, ma'am? Noble cylinder. Showing extraordinary interest in the material. The child concentration was so deep that it seemed to have isolated her mentally from the rest of the environment. To test the severity of this concentration, asked the teacher to make the other children sing aloud round the child, but the child did not ever seem conscious of this disturbance. She continued, She continued just before mysteriously repeating the same exercise. Then Montessori slowly picked up the armchair on which the child was sitting, with the child in it, and placed her on table. The child, who had stung on to her precious cylinders during this interruption, at once went on her task as if nothing had happened. Within her scientific habit of measuring, Maria Montessori observed and counted the number of times the child repeated the exercise. It was 42 times, and yet the child looked pleased and rested after the child did the exercise. The automatic work of the children was later to become one of the fundamental principles of her method. ഓക്കെ, നമ്മള് ഫസ്റ്റ് ഡിസ്കവറി ആയിട്ട് പറയുന്നത് മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. മരിയ മോണ്ടിസോറി ഫൗണ്ട് ചെയ്തത് 3 വയസ്സുള്ള ഒരു കുട്ടി മുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏത് ഇയർ മുതൽ? ഒരു 3 years ഓഫ് ഏജ് മുതലുള്ള കുട്ടികൾ അവർ ഏബിൾ ടു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെയാണ് മരിയ മോണ്ടിസോറി ഫൗണ്ട് ചെയ്തെന്ന് വെച്ചാല്, ഒരു കുട്ടീനെ നമ്മൾ കൂടുതലായിട്ട് മോണ്ടിസോറി മെത്തേഡ് ചെയ്യിക്കുമ്പോൾ കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് അല്ലെ.
കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒബ്സർവ് ആണ് ചെയ്യുന്നത്. അത് എന്താണ് ചെയ്യുന്നത്? സൂപ്പർവൈസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഗൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവര് തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനായാലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷന്റെ സമയത്ത് ഒരു പ്രാവശ്യം ആ മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാമെന്ന് വിചാരിക്കും. അത് പിന്നീട് നിങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് അത് ചെയ്ത് നോക്കുന്നത്. അപ്പൊ മരിയ മോണ്ടിസോറി ഇതേപോലെ ഒരു കുട്ടി സർപ്രൈസ്ഡ് ആയിട്ടാണ് ഒരു കുട്ടീനെ ക്ലാസ് ചെയ്തത്. ആ ടൈമില് ഒരു about tree working with noble cylinders. ഒരു നോബിൾഡ് സിലിണ്ടേഴ്സ് വെച്ച് വർക്ക് ചെയ്യുന്നത് കണ്ടു. നമ്മൾ മരിയ മോണ്ടിസോറി മെറ്റീരിയൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് നോബിൾഡ് സിലിണ്ടേഴ്സ് എന്ന് പറയും. കാണിച്ചു തരാം. ഇത് നിങ്ങള് കണ്ടിട്ടുണ്ടാവില്ല. നോബിൾഡ് സിലിണ്ടേഴ്സ് ഈ ഒരു മെറ്റീരിയൽ വെച്ച കുട്ടികള് എന്ത് ചെയ്യായിരുന്നു? വർക്ക് ചെയ്യായിരുന്നു. അപ്പോ ഷോയിങ് എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് ഇൻ ദ മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മെറ്റീരിയൽ ആണ്, നല്ല ഇൻട്രസ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ്. ഇതൊരു ഇപ്പൊ നിങ്ങൾ കാണുന്നത് 5 പീസിന്റെ ആണ് അല്ലെ? അത് 4 സെറ്റ് മെറ്റീരിയൽ ആണ്. അതിക്ക് മുമ്പ് കണ്ടത് 10ന്റെ ആണ്. ഓക്കെ, ഡിഫറൻസ് ഉണ്ട് ഇതിൽ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോ ഇമേജിൽ കാണുമ്പോൾ തന്നെ നോബിൾ സിലിണ്ടേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ ആ ഒരു സെഷൻ വരുമ്പോൾ ഞാൻ പറയാം. ഈ മെറ്റീരിയൽസ് വെച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യായിരുന്നു? അവരത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൂടുതലായിട്ട് എക്സ്ട്രാ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് കണ്ടു കുട്ടികൾ. എന്ന് വെച്ചാല് നമ്മൾ ആ സിലിണ്ടറിന്റെ സൈസും അതേപോലെ തന്നെ ആ നോബിൾ സിലിണ്ടേഴ്സിന്റെ സൈസിൽ വ്യത്യാസമുണ്ട്. മേ ബി അതിന്റെ ഗ്യാപ്പുകളിൽ വ്യത്യാസമുണ്ട്, ഹൈറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഡിഫറൻസ് ഉണ്ട്. ഈ കുട്ടി എന്ത് ചെയ്യാണ്? വീണ്ടും ചെയ്യാണ്. The child concentration was deep that to seem to have isolated her mentally from the rest of the environment. But അവൻ അവിടെ ഈ ഒരു മെറ്റീരിയൽ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവൻ എന്താണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലോട്ട് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ അവന്റെ മൈൻഡിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് അവൻ ചെയ്യുന്നതായിട്ട് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. Then the child concentration was deep. To test the severity of this concentration, asked the children to make other children sing out round the child. അപ്പൊ മരിയ മോണ്ടിസോറി ഇത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്ത ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പാട്ട് പാടാനൊക്കെ പറഞ്ഞു, ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ ബട്ട് ദ ചൈൽഡ് ഡിഡ് നോട്ട് നെവർ സീംസ് കോൺഷ്യസ്നെസ് ഓഫ് ദ ഡിസ്റ്റർബൻസ്. ആ ചുറ്റും നടക്കുന്ന ഡിസ്റ്റർബൻസിനെ കുറിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു കോൺഷ്യസ്നെസ്സും ഉണ്ടായിരുന്നില്ല, ഒരു അവബോധം ഉണ്ടായിരുന്നില്ല. ആ കുട്ടി എന്ത് ചെയ്തു? ഫുൾ ആയിട്ടുള്ള ടൈമിൽ അവൻ എന്താണ് ആക്ടിവിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോ ആ ഡിസ്റ്റർബൻസ് അതിനെ അഫക്ട് ചെയ്തില്ല. She continued just before the mysteriously repeating this same exercise. അപ്പൊ ഈ കുട്ടി വീണ്ടും ആ എക്സസൈസ് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് എന്താ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആ കുട്ടി അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. Then Montessori slowly pick up the armchair on which the child was sitting with the child in it and place her on table. The child who had stuck on her previous cylinder during the interruption at once went on her task, so nothing had happened. അപ്പൊ അത് മാറ്റി കഴിഞ്ഞപ്പോഴും കുട്ടി എന്ത് ചെയ്തു? ആ ഒരു ടാസ്ക് എന്താണോ കുട്ടി മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതേ ടാസ്ക് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോ with her scientific habit of measuring. നമ്മൾ ഈ നോബിൾ സിലിണ്ടേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെഷർ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോന്നും പുട്ട് ചെയ്യേണ്ടത്. ഓരോ സിലിണ്ടർ അല്ലെങ്കിൽ ഓരോ നോബിലും നമ്മളത് ഇടേണ്ടത് മെഷർ ചെയ്ത് നോക്കണം. അതിന്റെ സൈസ് നമ്മൾ കൈ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് കറക്റ്റ് ആണോ നോക്കിയിട്ട് അത് എന്ത് ചെയ്യാണ്? അതിൽ ആ ഒരു ഹോളിന്റെ ആ ഒരു ഇതും സൈസ് നോക്കിയിട്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് അത് പുട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ അത് തന്നെ സയന്റിഫിക്കലി അത് ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കുക, അത് മെഷർ ചെയ്ത് അത് പുട്ട് ചെയ്യണം. Maria Montessori observed and counted the number of times the child repeat the exercise. ആ എക്സസൈസ് എത്ര പ്രാവശ്യം കുട്ടി ചെയ്തു എന്ന് മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. അപ്പോ എത്ര പ്രാവശ്യം ചെയ്തു?
ഇറ്റ് വാസ് 42 ടൈംസ്. എത്ര പ്രാവശ്യം ചെയ്തിരിക്കാൻ? 42 പ്രാവശ്യം. അപ്പോഴും തെറ്റിയപ്പോ 42ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴാണ് ആ കുട്ടിക്ക് ശരിയായത്. ഒന്ന് ആലോചിച്ച് നോക്കി, ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ് അവിടെ വന്നത്. റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റൻസിറ്റി ആ കുട്ടിയിൽ കാണിച്ചു. ആ കുട്ടിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പൊ മിസ്റ്റേക്ക് പറ്റിയെന്ന് മനസ്സിലായി, കൺട്രോൾ ഓഫ് എറർ സംഭവിച്ചു. അപ്പൊ ആ എറർ എങ്ങനെ തിരുത്തണം എന്ന് ആ കുട്ടി ആലോചിച്ച് എത്ര വട്ടം അത് ചെയ്ത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് 42 ടൈംസ് ആ കുട്ടി ആ ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്തു. Times and yet the child looked and pleased and rest after the child did the exercise. അത്രയും പ്രാവശ്യം ചെയ്തു ആ കുട്ടി ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അവന്റെ മനസ്സിൽ അപ്പൊ എന്തായിരിക്കും? ഭയങ്കര ജോയ്ഫുൾ ആയിരിക്കും, സന്തോഷത്തോടു കൂടി, ഒരു ഹാപ്പിനെസ്സോട് കൂടി അവനത് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. The automatic work of the children was later to become one of the fundamental principles of this method. അങ്ങനെയാണ് ഈ ഓട്ടോമാറ്റിക് വർക്ക് കുട്ടികളിൽ എന്താ പറയുക, മെന്റൽ കോൺസെൻട്രേഷൻ എന്നുള്ള ഒരു കാര്യം എന്ത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ട്, മോണ്ടിസോറി മെത്തേഡിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ട് ആയത്. കാരണം അറിയാം, മോണ്ടിസോറി സ്വന്തം ഒബ്സർവേഷനോട് കൂടിയാണ് ഈ ഓരോ പ്രിൻസിപ്പിൾസും എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. മൈൻഡ് കുട്ടി നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക്, ഈ മോണ്ടിസോറി മെത്തേഡിലുള്ള എൻവയോൺമെന്റിലുള്ള കുട്ടികൾക്ക് അവർക്ക് അവരുടെ മെന്റൽ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. അവർക്ക് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റിമുലി ഈ കുട്ടികൾക്ക് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും അവർ ആ ആക്ടിവിറ്റീസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചാല് ഒരു നോബിളുടെ സിലബസ് വെച്ചിട്ട് കുട്ടികൾ അത് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി 42 ടൈംസ് ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് ആ ഒരു എന്താ പറയാ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. മരിയ മോണ്ടിസോറി ഇത് ഒബ്സർവ് ചെയ്തപ്പോൾ മറ്റു കുട്ടികളോട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു. എന്നിട്ട് പോലും ആ ഡിസ്റ്റർബൻസ് ഒന്നും ആ കുട്ടീനെ ഒരു കാരണവശാലും ബാധിക്കാതെ ആ കുട്ടിക്ക് നല്ല കോൺസെൻട്രേഷനോട് കൂടി തന്നെ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഡിസ്കവർ ചെയ്ത പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. മോണ്ടിസോറി മെത്തേഡിലെ കുട്ടികൾക്ക് അവരുടെ മൈൻഡ് ഐസൊലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഇവിടെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ് വരുന്നത്? കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഒറ്റപ്പെടുത്തുക. ഇവിടെ നമ്മൾ ആ കുട്ടീനെ ഒറ്റപ്പെടുത്തല്ല ചെയ്യുന്നത്, ആ കുട്ടിയുടെ മൈൻഡിനെയാണ്, മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ, ആ കാര്യമാണ് നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്. കുട്ടിയെ നമ്മൾ മറ്റു കുട്ടികളിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്ക് ഇരുത്തി ചെയ്യിക്കുക എന്നല്ല പറയുന്നത് വരുന്നത്. ആ കുട്ടിയുടെ മൈൻഡാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇതാണ് മെന്റൽ കോൺസെൻട്രേഷൻ. ഓക്കെ, മനസ്സിലായോ? മെന്റൽ കോൺസെൻട്രേഷൻ എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് മെന്റൽ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറയും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനൊരു പ്രിൻസിപ്പിൾ ത്രൂ എക്സ്പെരിമെന്റേഷനിലൂടെയാണ്, ഒരുപാട് ഒബ്സർവേഷനിലൂടെയും സൂപ്പർവിഷനിലൂടെയുമാണ് മോണ്ടിസോറി ഈ ഓരോ പ്രിൻസിപ്പിൾസും ഓരോ ഡിസ്കവറീസും കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഈ നോബിൾ സിലിണ്ടേഴ്സ് ഇഷ്ടമായോ കണ്ടിട്ട്? ഓക്കെ, ഞാനൊരു മിനിറ്റ് കേട്ടോ, നോബിൾ സിലിണ്ടേഴ്സ് വെച്ചിട്ടുള്ള വീഡിയോസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാവേ. നല്ല നല്ല രസമാണ്. ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് നോബിൾ സിലിണ്ടേഴ്സ് നോക്കാം കേട്ടോ. സൗണ്ട് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. ഓക്കെ, 1 മിനിറ്റ് ബ്രേക്ക് ആയില്ലേ?
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ജസ്റ്റ് നോബിൾ സിലിണ്ടേഴ്സ് നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഞാൻ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോ ഏതൊക്കെ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞു? പിൻ ടവറിനെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? നമ്മൾ പറഞ്ഞത് ഒരു ആക്ടിവിറ്റി കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിൻ ടവർ ആണോ? അല്ല, ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും. ഞാൻ ഈ പോർഷൻ കഴിഞ്ഞിട്ട് ടൈം തരാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പിങ്ക് ടവറിനെ കുറിച്ച് പറഞ്ഞു. പിങ്ക് ടവർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? അത് ഞങ്ങൾ പ്രസന്റ് ചെയ്തു. പ്രസന്റ് ചെയ്തതാണോ? ഗുഡ്, നല്ലതാണ്. നമ്മൾ മെന്റൽ കോൺസെൻട്രേഷനിലേക്ക് വന്നു. മെന്റൽ കോൺസെൻട്രേഷനിൽ നമ്മളൊരു പുതിയൊരു മെറ്റീരിയലിനെ കുറിച്ച് പഠിച്ചു. ഏതാണ് നമ്മുടെ മെറ്റീരിയൽ പറഞ്ഞത്? നോബിൾഡ് സിലിണ്ടേഴ്സ്. നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടെത്തുക, അതെന്തൊക്കെ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും എന്ന് നോക്കാം. കാരണം പ്രാക്ടിക്കൽസിന്റെ സമയത്ത് മേ ബി ഞാൻ ചിലപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യമായിരിക്കും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ മെത്തേഡ് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാണെങ്കിൽ അതൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഓരോന്നും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നമ്മള് നോബൽ സിലിണ്ടേഴ്സിനെ കുറിച്ചിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ഡിസ്കവറി മരിയ മോണ്ടിസോറി കണ്ടെത്തിയ അടുത്ത ഡിസ്കവറിയാണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. നമ്മൾ കോൺസെൻട്രേഷന്റെ കാര്യത്തിൽ പറഞ്ഞു, ആ കുട്ടികൾ എത്ര പ്രാവശ്യമാണ് ആ കുട്ടി ആ ഒരു ആക്ടിവിറ്റീസ് ആ ഒരു മെറ്റീരിയൽ വെച്ച് എത്ര പ്രാവശ്യം വർക്ക് ചെയ്തു എന്നാ പറയുന്നത്? 42. ഓക്കെ, പിൻ ടവർ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ച് നോക്കിയോ? നമ്മൾ സ്വന്തം മക്കളെ കൊണ്ടൊക്കെ ചെയ്യിച്ചു നോക്കിയോ? ചെയ്യിച്ചോ? അവർക്ക് ഇഷ്ടമാണോ അത് ചെയ്യാനായിട്ട്? അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം റിപ്പീറ്റ് ചെയ്ത് നോക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് തോന്നുന്നു മിക്കവാറും അമ്മമാര് ഇത് എന്റെ ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞതാണ്, അത് കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റിയൊന്നും വെക്കണ്ട, അതിന്റെ ഫോട്ടോ ഒരെണ്ണം എടുത്ത് വെച്ചാൽ മതി. കുട്ടികളെ കൊണ്ടത് റിപ്പീറ്റ് ചെയ്യിച്ച് നോക്കിക്കോട്ടാ. ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി, എന്നിട്ട് അതെനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടാ. ചില ഞാൻ ചോദിക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞാൽ മതി. നമ്മൾ കുട്ടികൾക്ക് അത് ചെയ്യിപ്പിച്ച് നോക്കുകയാണെങ്കിൽ അവരിൽ ഐ ആൻഡ് കോർഡിനേഷൻ നല്ല രീതിയിൽ പറ്റും. കൗണ്ടിങ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാൻ പറ്റും. സ്മോൾ ആൻഡ് ലാർജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് പറ്റും. നമ്മുടെ കുട്ടി ആ ഒരു ഏജിലാണ് 3 to 6 ഇയേഴ്സിന് ഇടയിലാണ്, ആ ഒരു ഇതിലാണെങ്കിൽ നമ്മൾ എന്തായാലും ഈ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ കുട്ടിക്ക് ഫസ്റ്റ് അത് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പറയുന്ന അടുത്ത ആക്ടിവിറ്റി ആണ്, അടുത്ത പ്രിൻസിപ്പിൾ ആണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. ദ സെക്കൻഡ് റിവീലേഷൻ മെയ്ഡ് ബൈ ദ ചൈൽഡ് ദർ ഓട്ടോമാറ്റിക് വർക്ക്. ആ ഒരു പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. ഓക്കെ. Love of repetition. The second revelation made by children through their automatic work was the need to repeat the same thing again and again. It is through repetition that real development occurs afterwards. In The Secret of Childhood, Maria Montessori wrote about how she taught the children to wash their hands and observed that the children would go on to wash even after they were cleaned. ഓക്കെ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ നമുക്ക് ഈ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു പോയിന്റ് മെന്റൽ കോൺസെൻട്രേഷനിൽ പറഞ്ഞ ആ ഒരു പോയിന്റ് വെച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കുട്ടി ആ ഒരു മിസ്റ്റേക്ക് വരുത്തിയ സമയത്ത് അതായത് കൺട്രോൾ ഓഫ് എററിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ആ കുട്ടി എത്ര പ്രാവശ്യം ചെയ്ത് നോക്കി എന്ന് പറഞ്ഞു റിപ്പീറ്റ് ആയിട്ട്? എത്ര പ്രാവശ്യം പറഞ്ഞത്? 42 times. 42 times. നമ്മളുടെ കുട്ടികളും മോണ്ടിസോറി മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മള് വേറെ ഇപ്പൊ കളിപ്പാട്ട് അല്ലെങ്കിൽ ടോയ്സോ മറ്റെന്തെങ്കിലും ആണ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് അവരതാണ് യൂസ് ചെയ്യണമെങ്കിൽ മേ ബി അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കഴിയുമ്പോൾ അത് ഉപേക്ഷിച്ചു പോകും. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽസിൽ ഈ ഒരു റിപ്പീറ്റേഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതായിട്ട് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. സോ ഈ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ഡെവലപ്മെന്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. ഇൻ ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് ആ ഒരു ബുക്കില് Maria Montessori wrote about how she taught the child to wash their hands and observed that the child would go on to wash even after they were cleaned.
അപ്പൊ കുട്ടികള് വാഷ് ചെയ്യുന്നത്, നമ്മൾ കൈ വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കൈ ക്ലീൻ ആണെങ്കിൽ പോലും കുട്ടികളെ വാഷ് ചെയ്യുന്നതായിട്ട് എന്താണ് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. അങ്ങനെയല്ല, മരിയ മോണ്ടിസോറി ആ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പൊ അവരുടെ കൈ ക്ലീൻ ആണെങ്കിൽ പോലും വീണ്ടും ഹാൻഡ് വാഷ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി. എന്നുവെച്ചാല് ആ ഒരു ആക്ടിവിറ്റി നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു ആക്ടിവിറ്റിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നു. ലവ് ഓഫ് റിപ്പീറ്റേഷൻ. നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസിനോട് നമുക്ക് എന്ത് തോന്നും? ഇഷ്ടം തോന്നും. ആദ്യം നിങ്ങളോട് 10:30 to 11:30 1 hour ഓൺലൈൻ ക്ലാസ് ആണ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കയറാനൊക്കെ കുറച്ച് ഒരു ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ? ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ട്രാക്കിലേക്ക് വരാൻ എന്തൊരു മാറ്റാണെങ്കിലും ഒരു 21 ദിവസത്തിനുള്ളിൽ ആ മാറ്റം നമ്മളുടെ ലൈഫിന്റെ ഒരു ഇതായിട്ട് മാറും. അതേ പിന്നെ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ പിന്നീട്? ഇല്ല മാം, യൂസ്ഡ് ആയി. ഇല്ല. അതാണ്. അപ്പോ ഒന്ന് ആലോചിച്ചു, നമ്മൾ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ എന്തോരം മാറ്റം വന്നിട്ടുണ്ട്. അവർ ആ വർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തതായിട്ട് തോന്നും. ഈ പിങ്ക് ടവറിന്റെ കാര്യം ഞാൻ പറയാട്ടോ. പിങ്ക് ടവർ നമ്മൾ നേരെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? അതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്സിൽ ആ മെറ്റീരിയൽ വെച്ച് തന്നെ കുട്ടികളാണെങ്കിൽ പല രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്യും. അത് അവരാ വീണ്ടും അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒറ്റ മെറ്റീരിയൽ വെച്ചിട്ട് ഒരുപാട് ടൈം അവര് കൂടുതലായിട്ട് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ലവ് ഓഫ് റെപ്യൂട്ടേഷൻ. ലവ് ഓഫ് റെപ്യൂട്ടേഷൻ ക്ലിയർ ആയോ? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലവ് ഓഫ് ഓർഡർ ആണ് കേട്ടോ. എന്താണ് ലവ് ഓഫ് ഓർഡർ? This characteristics of the child was detected by Chan. ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു മനസ്സിലാക്കിയത്. In the early Montessori class, the teacher dispensed the material at the beginning. Montessori ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ആ മെറ്റീരിയൽ ആദ്യം ആരായിരുന്നു കൊടുക്കുന്നത്? ടീച്ചറായിരുന്നു കൊടുത്തിരുന്നത്. ആൻഡ് കളക്ട് ഇറ്റ് ബാക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ക്ലാസ്സിൽ എന്താവുമ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ തിരിച്ച് കളക്ട് ചെയ്ത് ആ ഷെൽഫിൽ കൊണ്ടുവന്ന് നമ്മള് ലോക്കുള്ള ഷെൽഫായിരുന്നു, ആ ഷെൽഫിൽ കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. However, Maria Montessori informed that the child were following the teacher. അപ്പൊ എന്ത് ചെയ്തു? മരിയ മോണ്ടിസോറി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഡിസ്കവർ ചെയ്തു ടീച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒബ്സർവിംഗ് ഹർ പ്ലേസിംഗ് ദ മെറ്റീരിയൽസ് ബാക്ക് ഓൺ ദ ഷെൽഫ്. അപ്പൊ കുട്ടികൾ ടീച്ചർ എവിടെയാണ് ആ മെറ്റീരിയൽ കൊണ്ടുവന്ന് വെക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. The event made her understanding that the child needed to place the material back on their own place. അത് ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോൾ കുട്ടി ആ മെറ്റീരിയൽ തിരിച്ച് എവിടെയാണോ അതിന്റെ പ്ലേസ്, അതുകൊണ്ട് ആ ഒരു പ്ലേസിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നതായിട്ട് വെച്ചു. അപ്പൊ ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മറ്റേ ഓപ്പൺ ആക്കുന്ന ടൈപ്പ്, നമ്മൾ ലോക്ക്ഡ് ആയിട്ടുള്ള ഷെൽഫുകളായിരുന്നു മോണ്ടിസോറി സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്കവറിയുടെ ഭാഗമായിട്ട്, ലവ് ഓഫ് ഓർഡറിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മോണ്ടിസോറി സ്കൂളിന്റെ ക്ലാസ് എൻവയോൺമെന്റിന്റെ ഇമേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമുക്ക് കാണാൻ പറ്റുന്നത് ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകളാണ്. കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റ് ഹൈറ്റിലുള്ള ഓപ്പൺ ഷെൽഫുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആ ഷെൽഫുകൾ നോക്കണം കേട്ടോ. കാണുന്നില്ലേ? ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകളാണ്. ഓരോ മെറ്റീരിയൽസും അതിൻ്റെതായ പ്ലേസിലാണ് നമ്മൾ വെക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആദ്യം ചിലപ്പോൾ ഫസ്റ്റ് ഡേ ആ ഒരു ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്ലാസ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന കുട്ടിക്ക് ചിലപ്പോൾ ആ ഒരു മെറ്റീരിയൽ അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പിന്നീട് ആ കുട്ടി ഒബ്സർവ് ചെയ്യാണ്, ടീച്ചേഴ്സ് അവന്റെ കൂടെയുള്ള കുട്ടികൾ ആ മെറ്റീരിയൽസ് എവിടെയാണോ പ്ലേസ് ചെയ്യുന്നതെന്ന് കണ്ട് അവനും എന്ത് ചെയ്യാണ്, അതായിട്ട് ഫോളോ ചെയ്യാണ്. ആ മെറ്റീരിയൽ എവിടെയാണോ അതിന്റെ പ്ലേസിൽ തന്നെ അത് കൊണ്ടുവന്ന് വെക്കാനായിട്ട് ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, ലവ് ഓഫ് ഓർഡർ ഉണ്ട്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ആ ലവ് ഓഫ് ഓർഡർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം കുട്ടികൾ ഒരു മെറ്റീരിയൽ ഇന്നത് ഇവിടെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മൾ തെറ്റിച്ച് വെച്ചാൽ പോലും കുട്ടി നമ്മളോട് പറയും, അമ്മ ഇത് ഇവിടെയല്ല വെക്കേണ്ടത്, ഇത് ഇവിടെയല്ല വെക്കേണ്ടത് എന്ന് പറയും. അപ്പൊ അതെന്തുകൊണ്ടാ അതേ ഏജിലെ കുട്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഇങ്ങോട്ട് പറയും, ഇന്ന സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ലവ് ഓഫ് ഓർഡർ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്തപ്പോ മോണ്ടിസോറി തന്നെയാണ് പഴയ ഷെൽഫുകൾ, ഓപ്പൺ ചെയ്യുന്ന ഷെൽഫുകൾ
എന്താ പറയുക ലോക്ക്ഡ് ആയിട്ടുള്ള ഷെൽഫുകൾ മാറ്റിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകൾ മെറ്റീരിയൽസ് പ്ലേസ് ചെയ്യാനായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകൾ എന്ത് ചെയ്തത് ക്രിയേറ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നമ്മൾ മെറ്റീരിയൽസ് ഓരോന്നും ടീച്ചേഴ്സ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, നമ്മൾ ഓരോ കുട്ടികൾക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അത് മാറ്റി കുട്ടികൾക്ക് അവർക്ക് ആ ഫ്രീഡം കൊടുത്തു. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്യണം, ആക്ടിവിറ്റീസ് ചെയ്യണം, അത് അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം മോണ്ടിസോറി കുട്ടികൾക്ക് തന്നെ കൊടുത്തു. നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ കൊടുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയാ ഒരു കാര്യമാണ് ഫ്രീഡം. അവർക്ക് അവരുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം, എൻ്റയർ ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂമിൽ എവിടെ വേണമെങ്കിലും ആ കുട്ടിക്ക് ആ ഒരു മെറ്റീരിയൽ കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ കുട്ടികൾക്ക് മാക്സിമം ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്. ആ ഒരു മെറ്റീരിയൽസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കാനും അടുത്ത ഇഷ്ടമുള്ള ഏതാണോ മെറ്റീരിയൽ അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനും കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീഡം അലോ ചെയ്യുന്നുണ്ട്. നോർമൽ സ്കൂളിൽ നമ്മുടെ ഫ്രീഡം കൊടുക്കുന്നുണ്ടോ? ആ കുട്ടിക്ക് ആ ബെഞ്ചിൽ നിൽക്കാനുള്ള ഒരു ഫ്രീഡം എപ്പോഴാണുള്ളത്? ഒരു 5 minutes ഇന്റർവെല്ലിന്റെ സമയത്ത് മാത്രമാണ്. കുട്ടിയുടെ മസിൽസ് മൂവ്മെന്റ്സോ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസോ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. കുട്ടികൾ നടക്കുകയും ചാടുകയും ഓടി നടക്കുന്ന സമയത്ത് അവനെ ആ ഒരു ബെഞ്ചിനും ഡെസ്കിനും അവിടെ തളച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നാറില്ല നിങ്ങൾക്ക്? Yes, ma'am. യെസ് മാം. അപ്പൊ കുട്ടികൾക്ക് വേണ്ട സമയത്ത് നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫ്രീഡം എന്നുള്ളത്. നമ്മൾ ലവ് ഓഫ് ഓർഡറിനെ കുറിച്ചാണ് പറഞ്ഞത്. The event made her understand that children needed to place the material back on their place. അവർ ആ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്തു, ആ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് വെക്കുന്നതായിട്ട് കണ്ടു. These observation become one of the many pillars of prepared environment. നമ്മൾ ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പില്ലർ ആയിട്ട് ഒരു നാഴികക്കല്ല് അല്ലെങ്കിൽ ഒരു പില്ലറിന് വെച്ചതാണല്ലോ, അപ്പൊ അതായിട്ട് എഫക്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഓപ്പൺ ഷെൽഫുകൾ. കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചാണ് ഓപ്പൺ ഷെൽഫുകൾ ഉള്ളത് അല്ലെ. അപ്പൊ അത് കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് ആ മെറ്റീരിയൽസ് എടുക്കാനും അത് യൂസ് ചെയ്യാനും അവരെ അലോ ചെയ്യുന്നുണ്ട്. ഇനി ഓക്കെ, ഞാനിപ്പോ കൂടുതലായോ റീഡ് ചെയ്തത്? ഓക്കെ, ഈ മെന്റൽ കോൺസെൻട്രേഷനും അതേപോലെ തന്നെ ലവ് ഓഫ് റെപ്യൂട്ടേഷനും ലവ് ഓഫ് ഓർഡറും നല്ല രീതിയിലൊന്ന് റീഡ് ചെയ്ത് എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയ 3 മെത്തേഡ്സ് ആണ്. ലവ് ഓഫ് ഓർഡർ മനസ്സിലായോ? എന്തിങ്ങനെ റീഡ് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസിലൂടെ ആണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ?
നെക്സ്റ്റ് ഡിസ്കവറി ആണ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും പറയാണ്. Again, this discovery happens unexpectedly. എന്നുവെച്ചാല് മരിയ മോണ്ടിസോറി ഒരു ഡിസ്കവറി നടത്തി. ഒരു സ്കൂളില്, നമ്മുടെ സ്കൂളിൽ നിന്ന് ഷെൽഫ് ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ വൈകുന്നേരം പണ്ട് ഷെൽഫൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വെച്ച് ഷെൽഫ് ലോക്ക് ചെയ്തിട്ടായിരുന്നു ടീച്ചേഴ്സ് എന്ത് ചെയ്തിരുന്നത്, നമ്മള് ക്ലാസ് പോയിരുന്നത്. പക്ഷേ ഒരു ദിവസം എന്ത് ചെയ്തു, അവിടുത്തെ ടീച്ചർ അത് ലോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. പണ്ടാണത്, മറന്നുപോയി. അപ്പോ ഈ കുട്ടികള് അതേപോലെ തന്നെ ടീച്ചർ ലോക്ക് ചെയ്യാൻ മറന്നു പോവുകയും ചെയ്തു. പിറ്റേ ദിവസം ടീച്ചർ വരാനായിട്ട് ലേറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ലേറ്റ് ആയപ്പോ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തു, മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തു, ഈ മെറ്റീരിയൽസ് നമ്മുടെ ടീച്ചറെ കാണുന്നില്ല. കുട്ടികളുടെ ഇഷ്ടത്തിനുള്ള മെറ്റീരിയൽസ് എടുത്ത് അതെന്ത് ചെയ്തു, കുട്ടികളെ കൊണ്ടുപോയി അതെന്ത് ചെയ്തു, അത് വെച്ച് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ടീച്ചർ വന്നപ്പോ എന്താ കണ്ടത്, ഈ കുട്ടികൾ ഷെൽഫിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്ത് വന്നിരുന്ന് വർക്ക് ചെയ്യുന്ന കണ്ടത്. ടീച്ചർ പെട്ടെന്ന് അപ്സെറ്റ് ആയി. ടീച്ചർ പറഞ്ഞു, നിങ്ങളിത് സ്റ്റീൽ ചെയ്തോ, മോഷ്ടിച്ചോ, ഇതെന്റെ മെറ്റീരിയൽസ് നിങ്ങൾ മോഷ്ടിച്ചോ എന്ന് ചോദിച്ചു. പക്ഷെ കുട്ടികൾ പറഞ്ഞു ഇല്ല. അത് എന്താണ്, കുട്ടികൾ പറഞ്ഞു ഇല്ലോ, ഞങ്ങൾ മോഷ്ടിച്ചില്ല, അത് അതിന്റെ പ്ലേസിൽ നിന്ന് ഞങ്ങൾ എടുത്തു, അത് വർക്ക് ചെയ്തു, തിരിച്ചവിടെ തന്നെ വെക്കും. ഈ ഒരു ഇൻസിഡന്റ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ ഒരു പുതിയ ഡിസ്കവറി ആയിട്ട് വന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു ലേഡീനെ വഴക്കൊന്നും മരിയ മോണ്ടിസോറി പറഞ്ഞില്ല. പക്ഷെ എന്താണ്, അത് അവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെ? ഇത് ലോക്ക് ചെയ്യാതെ പോയത് അവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണ്. പിറ്റേ ദിവസം ലേറ്റ് ആയിട്ട് വന്നത് അവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ആണ്. പക്ഷെ വഴക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ മോണ്ടിസോറി തിങ്ക് ചെയ്തു, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, എന്താണിത്, ഫ്രീഡം ഓഫ് ചോയ്സ്. അവരത് എടുത്ത് വന്ന് വർക്ക് ചെയ്യാൻ ചെയ്തത്. അതിന് അവർക്ക് അതിൻ്റെതായ റൈറ്റ്സ് ഇല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ക്ലാസ് ചെയ്തപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെതായ റൈറ്റ്സ് ഉണ്ട്. ആ ഒരു ഫ്രീഡം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു എയിമോട് കൂടി ഫ്രീഡം ഓഫ് ചോയ്സ് ഓഫ് ആക്ടിവിറ്റി, ഏത് ആക്ടിവിറ്റി ഏത് കുട്ടി ചെയ്യണം. അന്ന് വരെ ചെയ്തിരുന്നത് ഓരോ ടീച്ചേഴ്സ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഓരോ മെറ്റീരിയൽസ് അലോക്കേറ്റ് ചെയ്തിരുന്നത്. പിന്നീട് അത് മാറി, ആ ഷെൽഫിന്റെ പ്രശ്നത്തോടു കൂടി അത് മാറിയിട്ട് ഓപ്പൺ ഷെൽഫുകളായി. കുട്ടികൾക്ക് ഏത് മെറ്റീരിയൽസ് വേണം, അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി. അപ്പൊ കുട്ടികൾ ആ ഒരു മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുകയും ആ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഏത്, ഫ്രീഡം ഓഫ് ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. മുമ്പ് തീരുമാനിച്ചിരുന്ന ടീച്ചേഴ്സ് ആയിരുന്നു പറഞ്ഞത് ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആര് ചെയ്യണം എന്നുള്ളത്. ആരായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്ന ടീച്ചേഴ്സ് ആയിരുന്നു. അത് മാറി, അത് ആര് സെലക്ട് ചെയ്യാൻ, കുട്ടികൾ തന്നെ അവരുടെ ഇഷ്ടത്തിനും അവരുടെ ചോയ്സ് ആയിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് കണ്ടത്. അതാണ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഒരാളൊന്ന് റീഡ് ചെയ്തേ. ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യോ? ഞാൻ വായിക്കാം. ആരായാലും വായിച്ചോ, ഗ്രീഷ്മയെ അല്ലെങ്കിൽ ആര്യ വായിച്ചോ. ആര്യ വായിക്കും. Okay, ma'am. Freedom of choice. Again, this discovery happened so unexpectedly. The teacher of the school had ordered to lock these sleeveless before going home. Arriving late the next morning, she found that the children had already started to work on the materials. The teachers was upset. Montessori homework so deeper a motive of these children. They were in a position to be able to select materials in purpose to others. This even become a milestone in the Montessori method, free choice of activity. It is interesting to the note that it was the discovery which came first and the method followed after. ഓക്കെ, നമ്മൾ വീണ്ടും ഒരു ഡിസ്കവറി അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ഡിസ്കവറി കണ്ടെത്തി.
ഞാൻ പറഞ്ഞില്ല, കഥ പറഞ്ഞില്ല, ടീച്ചർ ലേറ്റ് ആയിട്ട് വന്നു. പക്ഷെ കുട്ടികൾ കറക്റ്റ് ടൈമിൽ വരെയും ആ ഷെൽഫിൽ ഓക്കെ ചെയ്യാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ ആ മെറ്റീരിയൽസ് എടുത്ത് വർക്ക് ചെയ്യാനും തുടങ്ങി. അപ്പോൾ ടീച്ചർ ഭയങ്കര അപ്സെറ്റ് ആയി. മോണ്ടിസോറി however saw deeper motives of his children. മോണ്ടിസോറി എന്താ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിലെ ഈ ഡീപ്പർ മോട്ടീവ് ആണ് കണ്ടത്. കുട്ടികൾ അത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. So they were in the position to able to select മെറ്റീരിയൽ ഇൻ പ്രിഫറൻസ് ടു അതേഴ്സ്. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് അവരുടെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ അതൊരു ഡിസ്കവറി ആയിരുന്നു, മൈൽ സ്റ്റോൺ ആയിരുന്നു, നമുക്ക് നാഴികക്കല്ലാണ്. മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറാനായിട്ട് കാരണമായി. അതാണ് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റീസ്. കുട്ടികളുടെ ആ ഒരു ചോയ്സ്, അവർക്ക് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള ഒരു ചോയ്സ് അവർക്ക് തന്നെ നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങിയത്. It is an interesting to be noted that was the discovery which came first and the method followed after. അപ്പോ നമ്മള് ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് ഡിസ്കവറി മനസ്സിലാകുന്നത് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കവർ ചെയ്തതാണ്. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിസ്കവറീസ് കണ്ടെത്തി. ആ ഡിസ്കവറിയുടെ പുറകെയാണ് പിന്നീട് ഈ മെത്തേഡ് എന്ത് ചെയ്തത്, ഫോളോ ചെയ്തത്. നെക്സ്റ്റ് ലവ് ഓഫ് വർക്ക് ആണ്. അപ്പൊ ലവ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ കുട്ടികളില് ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽ പറഞ്ഞാൽ സ്വന്തമായിട്ട് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ട് പിൻ കവർ ആണെന്ന് വിചാരിക്കും. മേ ബി ആർക്കെങ്കിലും പുള്ളിന്റെ പിൻ കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അതും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ എക്സ്പെൻസീവ് ടോയ് ചിലപ്പോൾ കുട്ടി കളയാനുള്ള ചാൻസ് ഉണ്ട്. അത് മേ ബി എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചാണെങ്കിലും കുട്ടികളുടെ ഇൻട്രസ്റ്റ് പോകുമ്പോൾ ആ ടോയ് അവർ കളയും. പക്ഷെ മോണ്ടിസോറി മെറ്റീരിയൽസ് അങ്ങനെയല്ല, അത് അവർ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും ചെയ്യും എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. അതൊരു ഒബ്സർവേഷൻ ആയിരുന്നു. മരിയ മോണ്ടിസോറി ഒരു ഒബ്സർവേഷൻ ആണ്. ഈ ഒരു ഒബ്സർവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു, ഈ നമ്മുടെ മോണ്ടിസോറി എൻവിയോൺമെന്റൽ ക്ലാസ് റൂമില് ഈ നമ്മുടെ മെറ്റീരിയൽസിന്റെ ഒപ്പം തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സും എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്ത് വെച്ചു. പക്ഷെ കുട്ടികള് മരിയ മോണ്ടിസോറി വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും എക്സ്പെൻസീവ് ടോയ്സ് ആയിട്ട് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ മരിയ മോണ്ടിസോറിയുടെ സർപ്രൈസ് ആക്കിക്കൊണ്ട് തന്നെ കുട്ടികൾ എന്താ ചെയ്തത്, നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ് അവര് എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. ഇതിൽ നിന്ന് മരിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തൊരു കാര്യമാണ് ലവ് ഓഫ് വർക്ക്. അവർക്ക് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റഡ് ആണ്. അവർക്ക് ആ ഒരു ഇഷ്ടമുണ്ട്, നമ്മുടെ മെറ്റീരിയൽസിനോട് പ്രത്യേക ഇഷ്ടം അവർക്കുണ്ട്. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ, ഗ്രീഷ്മ ആ ഒരു പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത്. Okay, ma'am. Love of work. Dr. Montessori found that children preferred work to play. This astonishing revelation came about when Dr. Montessori placed the expensive toys, which were given by her friends, in a room with the children. To her surprise, the children didn't select any of the toys. They preferred to work with the materials. അപ്പൊ മരിയ മോണ്ടിസോറിയുടെ ഫ്രണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തു. പക്ഷെ സർപ്രൈസ് എന്താ പറ്റിയ, അവരാ മെറ്റീരിയൽ ആ ടോയ്സ് അല്ല സെലക്ട് ചെയ്ത് അവരെ പ്രിഫറൻസ് ചെയ്താ കൊടുത്തത്, ഇത് മോണ്ടിസോറി മെറ്റീരിയൽസിനാണ് കൊടുത്തത്. അതിൽ നിന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്ത ഒരു കാര്യമാണ് ലവ് ഓഫ് വർക്ക്. ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് വളരെയധികം ഇഷ്ടമാണ്. അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസിനാണ്. അത് നിങ്ങൾ മോണ്ടിസോറി സ്കൂളിലാണ് പോകുന്നത്, നമുക്ക് കുട്ടികളോട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണമല്ലേ നമ്മള് എന്താ പ്രാക്ടിക്കൽ സെഷൻ വന്നു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ലവ് ഓഫ് വർക്ക് നിങ്ങളിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ മെറ്റീരിയൽസ് കാണുമ്പോൾ അത് ചെയ്തൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ മെറ്റീരിയൽസ് നമുക്കത് ആദ്യം തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതിനോട് തോന്നുന്നത്. വീണ്ടും ചെയ്ത് നോക്കണം എന്നൊരു താല്പര്യം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. ഓക്കെ, നോ നീഡ് ഫോർ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് നമ്മൾ റിവാർഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു ആക്ടിവിറ്റി ആ കുട്ടി മറ്റൊരു കുട്ടി ചെയ്തില്ല, അവന് പണിഷ്മെന്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ റിവാർഡ്സിനും പണിഷ്മെന്റിനും വലിയ റോളൊന്നും ഇല്ല. റിവാർഡ്സും വേണ്ട, പണിഷ്മെന്റും വേണ്ട. എ ബോയ് വാസ് റിവാർഡഡ് എ മെഡൽ ബൈ അൺട്രെയിൻഡ് ടീച്ചർ ഫോർ എ ഗുഡ് ബിഹേവിയർ. ഒരു പ്രാവശ്യം ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡ് പഠിക്കാൻ ഒരു ടീച്ചർ കുട്ടിക്ക് റിവാർഡ് കൊടുത്തു. എന്തുകൊണ്ട് റിവാർഡ് കൊടുത്തു ചോദിച്ചാൽ കുട്ടിയുടെ ഗുഡ് ബിഹേവിയറിന് കൊടുത്തു. A few
moments later, Montessori observed that the taking of this medal, ആ കുട്ടിക്ക് കൊടുത്ത മെഡല് അത് മാറ്റിയിട്ട് കുട്ടി പോയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് തുടങ്ങി. This starts the Montessori realizing that children show no need for rewards and punishment, which intervenes with the child's choice of activity. അപ്പൊ കുട്ടികളുടെ ആ ഒരു ചോയ്സ് ഓഫ് ആക്ടിവിറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികൾക്ക് നമ്മൾ റിവാർഡോ പണിഷ്മെന്റോ കൊടുക്കേണ്ടതായിട്ടില്ല. മോണ്ടിസോറി എന്ത് ചെയ്യുന്നില്ല, എന്ത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഈ റിവാർഡ്സിനും പണിഷ്മെന്റിനും വലിയ റോളൊന്നും നമ്മൾ കൊടുക്കണ്ട എന്ന് തന്നെയാണ് മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് ഞാൻ എടുക്കുന്നത്. മാർക്ക് ചെയ്ത് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് വരെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മാക്സിമം ഞാൻ ആ പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി സമ്മപ്പ് ചെയ്ത് പറയാം, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് വീക്ക് ചിലപ്പോ എന്താ പറയാ, നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ടൈം 1 എക്സാം ആയിരിക്കും വരുന്നത്. അത് പാർട്ട് 1 ഉം 2 ഉം കൂടി ഒരുമിച്ച് ഇംഗ്ലീഷിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഡിസ്റ്റീസ് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് വല്ലതും പറഞ്ഞോ? നെക്സ്റ്റ് വീക്ക് ആണോ? ഓഗസ്റ്റിലല്ലേ? ഓഗസ്റ്റിലാണെന്നാണ് പറഞ്ഞത്. അല്ല, മിസ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആതിര മാമിനോട് ചോദിച്ചപ്പോ അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ട്രെയിനിങ് പോവാണെങ്കിൽ അപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജൂലൈയിലെ ട്രെയിനിങ്ങിന് പോവാം. ഓ, ട്രെയിനിങ്ങിന് പോകുന്നതുകൊണ്ട് അല്ലേ? ഓക്കെ. അപ്പം മാം കുറെ പേരുണ്ട് ജൂലൈ പോവാണ്. യെസ് മാം. മാം ഇന്നെടുത്ത ആദ്യ ഭാഗം ഒന്ന് പറഞ്ഞുതരാമോ മാം? ആദ്യ ഭാഗം, ഇന്നെടുത്ത ആദ്യ ഭാഗം എന്താണ്? ഇന്നെടുത്ത ആദ്യ ഭാഗം ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ കയറി ഇരുന്നു ആദ്യം. മോൻ ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയതാണോ? ആദ്യം എടുത്ത ഭാഗം ഇന്ന് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ. മാം ജസ്റ്റ് ഞങ്ങളൊന്ന് അത് പ്രസന്റ് ചെയ്യട്ടെ. സമയമായില്ല മാം, 11:23 ആയി. പിന്നെ നമുക്ക് ജസ്റ്റ് കുറെ ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് കാണിച്ചോട്ടെ. ആവുന്നില്ല. അതിലൊരാളൊന്ന് പറയോ? മിസ് തന്ന ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ തനുജ ചെയ്തോട്ടാടാ. നമുക്ക് ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാം. പിന്നെ മോനൊന്ന് ക്ലാസ് കുട്ടികളോടൊന്ന് ചോദിക്കാം, വീഡിയോ മനസ്സിലാക്കും. എല്ലാവരും ഒന്ന് പെട്ടെന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ, കാരണം ടൈം അറിയാമോ? ഓക്കെ, നമ്പർ ചാർട്ട് കാണാം. ആൽഫബറ്റ്സ് ഓക്കെ, അത് ഫോണിലൂടെ എഴുതാനല്ലേ പറഞ്ഞത്? ആൽഫബറ്റ്സ് ഞാൻ ആ പിക്ചർ മാത്രം ഒട്ടിക്കണം, ആൽഫബറ്റ്സ് എഴുതാന്നല്ലേ പറഞ്ഞത്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതോളൂ. അനുജ് കഴിഞ്ഞാൽ വേഗം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഏതാ 1 2 3 ഓക്കെ 9 10. ദെൻ ആൽഫബറ്റ്സോ ഓക്കെ, വരച്ചിരിക്കുന്നതാണ് നന്നായിട്ട് കേട്ടോ. ഓക്കെ, മേഘ കഴിഞ്ഞാൽ അടുത്തത് അമൃത കേട്ടോ. Alphabet chart, ma'am. ഓക്കേടാ. Okay, then number chart. മാം ഇതെനിക്ക് അന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. സ്മോൾ ലെറ്റർ ഞാൻ ജസ്റ്റ് ബാക്കിൽ തന്നെ ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് കഴിഞ്ഞാൽ റോഷ്നി കേട്ടോ. ഓക്കെ, ബീറ്റ്സ് ആണോ? നോക്കട്ടെ, 1 മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ, മാറ്റല്ലേ. പിസ്താഷെല്ല് വെച്ചിട്ട് ചെയ്തതായിരുന്നു. 1 2 1 2 3 ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. നമ്പേഴ്സ് മാം നമ്പേഴ്സിന്റെ ചാർട്ടിനകത്തും ചെയ്ത് ഇതിൽ കളറും കൂടെ അടിക്കാനുണ്ട് ചാർട്ടിനകത്ത് ചെയ്തത്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ആൽഫബറ്റും കൂടെ ഉണ്ടേ. ഇത് കാണുന്നുണ്ടോ? ഓക്കെ, കാണാടാ. ഇത് സാൻഡ് പേപ്പർ വെച്ചല്ലേ? സാൻഡ് പേപ്പർ പേപ്പർ വെച്ചു വരച്ചിരിക്കുന്ന. പിന്നെ വരച്ചിട്ടും ഉണ്ട്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, ഫെബിന. മാം ഞാൻ ചാർട്ട് അല്ല, അതൊരു നമ്പേഴ്സ് ആക്ടിവിറ്റീസ് ചെയ്തതാണേ. ഓക്കേടാ. ഇങ്ങനെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, ബേസ് വെച്ചിട്ട് ഡിസ്റ്റിസ്റ്റാണോ ഇത് പറഞ്ഞത് ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ വെച്ച് ചെയ്യണമെന്ന്? നന്നായിട്ടുണ്ട്. അല്ല, ഞാൻ വെറുതെ വരച്ചതാ, മറ്റേത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. മോന്റെ രീതിയിലാണ് ഇത് വന്നത്. കൗണ്ട് ചെയ്യാനായിട്ട് എനിക്ക് നമ്മള് ബീഡ്സ് 1 2 ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ നീക്കാൻ പറ്റുന്നേ. ഇതേപോലെ കീഴിലുണ്ട്, ഞാൻ എനിക്ക് കാണിച്ചു തരാം. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്പേഴ്സ് ബീറ്റ്സ് കാണിക്കുമ്പോൾ പറയാം കേട്ടോ. പിന്നെ ഫെബിന, ജെറുഷ. മാം ജെറുഷ. ജെറുഷ. ഓക്കെ, മാം കാണാം. ആൽഫബറ്റ്സ് ഓക്കെ, വരച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട്. നെക്സ്റ്റ്. ഓക്കെ, A4 ചെയ്തേ? യെസ് മാം. ഓക്കെ, നമ്പറോ? മാം പിന്നെ നമ്പർ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യണോ കേട്ടോ? ഓക്കെ. റിൻഡ വർഗീസ്. ഓക്കേടാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ട് ഓക്കെ ആവണില്ല. ഇത് കാർഡ്ബോർഡാണോ ചാർട്ടാണോ? ചാർട്ടാണ്. ഇനി വെക്കാനുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ കഴിഞ്ഞാല് ഉഷാട്ടാ. ഓക്കെ, നമ്പർ ചാർട്ട് അല്ലേ? നന്നായിട്ടുണ്ട്. ആൽഫബറ്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എഴുതണമെന്ന്. അത് കറക്റ്റ് ആയിട്ട് ആ പിക്ചർ ഒട്ടിച്ചിരിക്കുന്നത് എഴുതിയാൽ മതിയായിരുന്നു കേട്ടോ. കുറച്ചുകൂടി നല്ല നമ്മളുടെ എഫേർട്ട് കൂടി അത് പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി അടുത്ത ചെയ്തോട്ടാടാ. റീജ, ഒന്നും കാണില്ല കേട്ടോ. മോളിലായിട്ട് നമ്പർ ചാർട്ട് സാൻഡ് പേപ്പർ ആണല്ലോ. സാൻഡ് പേപ്പർ നമ്പർ ചാർട്ട്. ഓക്കെ, നല്ലതാണ്. ആൽഫബറ്റ്സും അതാണോ? സാൻഡ് പേപ്പർ ആണോ? നന്നായിട്ടുണ്ട് കേട്ടോ. ആര്യ വികാസ്. ആര്യ, ഓക്കെ, നമ്പേഴ്സ് എല്ലാവരെയും നന്നായിട്ട് കാണാട്ടോ. ഓക്കെ, നെക്സ്റ്റ്. കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കംപ്ലീറ്റ് ആക്കണം കേട്ടോ. രേഷ്മ. മാം, ഞാൻ ചാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ടവർ കുട്ടികൾക്ക് പാടില്ലാത്തതുകൊണ്ട് ഞാൻ ടവർ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിലും പകുതി ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കൂടി ഉള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് ആക്കും കേട്ടോ. കളർ ബോക്സ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നല്ല പിന്നീടുള്ള. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മള് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എത്ര പേരോളം ഭൂരിഭാഗം കുട്ടികളും പോകണ്ടാവും അല്ലേ? അപ്പോ എത്ര പേരിങ്ങനെ 1 month or 2 months? 1 month. 1 month. 1 month ഞങ്ങൾ പോകുന്നത്. 1 month ആണെങ്കിൽ ഞാനിപ്പോ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട്
ഓക്കെ. എന്റെ പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനാണ്. അത് എക്സാമിൽ എന്തായാലും കൂടുതലായിട്ട് ചോദിക്കുന്ന പോർഷനാണ്. അപ്പൊ നിങ്ങളത് റെക്കോർഡ് ക്ലാസ് കാണോ? യെസ് മാം, ഞങ്ങൾ കണ്ടോളാം. യെസ് മാം, കാണാം. മാം ഞങ്ങൾ കണ്ടോളാം. ഇവിടെ എക്സാമിന്റെ മാം ഒന്ന് സംസാരിക്കും മാം. ഓഗസ്റ്റിൽ മതിയായിരുന്നു. ഓക്കെ, സംസാരിക്കാം. പിന്നില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒരു സെഷനിലും കൂടി ഇരിക്കാം. എടുക്കാൻ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ടും കൂടി മേ ബി ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആവില്ലല്ലോ, റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് എന്റെ ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ആ ഒരു സെഷൻ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സെമിനാർ പോലെ കുട്ടികൾക്ക് തന്നെ അലോക്കേറ്റ് ചെയ്തിട്ട് ഒരു സെമിനാർ സെഷൻ പോലെ കണ്ടക്ട് ചെയ്യാം. ഓക്കെ മാം, ജിഷ മാം പറഞ്ഞിരുന്നു നമുക്ക് നൈറ്റ് സെഷൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് സെഷൻ വെക്കുന്ന മാമിന് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ സാറ്റർഡേയോ സൺഡേയോ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സാറ്റർഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ? സാറ്റർഡേ ഇല്ല മാം, സാറ്റർഡേ ലീവാണ് നമുക്ക്. ഇല്ല മാം. എനിക്കിപ്പോ നൈറ്റ് ക്ലാസ് ഉണ്ട്, പക്ഷെ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് പെർമിറ്റ് ചെയ്യുമോന്ന് ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഫോർ 1 month മതിയായിരുന്നു മാം. എന്നിട്ട് സാധാരണ നെക്സ്റ്റ് മന്ത് റെഗുലർ ക്ലാസ് തന്നെ മതി. 1 month ഞാൻ മാക്സിമം അധികം സ്പീഡിൽ ടോപ്പിക്ക് പോവാണ്ട് നോക്കാം. എന്താ ചെയ്ത് നോക്കാം. പിന്നെ പക്ഷെ എന്താണ് നമുക്ക് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ജസ്റ്റിസൊക്കെ ചിലപ്പോൾ അത് അലോ ചെയ്ത് കൊടുക്കും, നൈറ്റ് ക്ലാസ് അലോ ചെയ്ത് കൊടുക്കും. പക്ഷെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് നൈറ്റ് ഇവിടെ സ്റ്റാഫുകൾ വേണം. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മാത്രമാണ് ഇവിടെ ക്ലാസ് എടുക്കാന്നല്ല. ഇത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടെക്നിക്കൽ ടീം ഏത് ടൈമിലും ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് അവരുടെ കംഫർട്ടബിൾ ഒക്കെ നോക്കിയിട്ടേ വെക്കുള്ളൂ. അത് ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഞാൻ മാക്സിമം ടോപ്പിക്ക് അധികം ഡിസ്കഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ടോപ്പിക്കുകൾ ക്യാരി ചെയ്യാൻ ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഇതിനെ മോണ്ടിസോറി കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് ഒന്ന് അത് ക്ലിയർ ചെയ്തിട്ടോ മാം. ഇടയ്ക്ക് കയറാൻ പറ്റില്ല. നിങ്ങള് ഇത് കഴിഞ്ഞ് വരൂലേ, ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വരുമ്പോ എന്നോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്നതാണ് എന്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിന്റെ അടുത്ത്. ഇന്റേൺഷിപ്പിന് പോയപ്പോഴത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ അത് കഴിയുമ്പോൾ ഈ ഒരു പോർഷൻസ് ഒന്ന് സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞു പോവാം. ഓക്കെ, ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ സൈൻ ഔട്ട് പറയുന്നുണ്ടോ? ഉണ്ട് മാം. പറഞ്ഞോളാം. Good morning, ma'am, and my dear friends. As we come to the end of today's session, I would like to thank everyone for being here. Today, I understood many new things, and I am really happy to be a part of this session. I also want to say thank you to all my friends for participating. You all made the day more fun and special. Before I sign out, I would like to tell you a small story. There was a little sunflower that loved to face the sun every morning. One day it rained heavily and the sunflower could not see the sun, but it still stood tall, waiting patiently. The next day the sun came out and the sunflower brightly just like always. This story demands us to stay strong and hopeful even when things are not perfect, because better days always come. Thank you once again and have a peaceful day ahead. Thank you, ma'am. താങ്ക് യു മാം. Thank you all. Thank you. Thank you, ma'am.